ഇപ്പൊ നമ്മളാ വാഹന വ്യൂഹത്തിന്റെ പുറകിലാണ്. തിരുവല്ല ലക്ഷ്യമാക്കി പോകുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു ധാരണ. നിലവിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും. തിരുവല്ലയിലെ ക്ലബ് 7 എന്ന് പറയുന്ന ഹോട്ടൽ മുറിയിൽ അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെയാണ് മുറി ബുക്ക് ചെയ്യിപ്പിച്ചത്. അത് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള മുഴുവനും പേർ നൽകാതെ രാഹുൽ BR അല്ലെങ്കിൽ ആ തരത്തിലുള്ള പേരുകൾ നൽകി ബുക്ക് ചെയ്തിരുന്നു എന്നൊക്കെയാണ് വ്യക്തമായി കിട്ടുന്ന ഇക്കാര്യത്തിലുള്ള പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. രാജ്കുമാർ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കോടതിയിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കിയപ്പോഴും അതിനുശേഷം തിരികെ AR ക്യാമ്പിലേക്ക് എത്തിച്ചപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഉണ്ടായത്. ഒരുപക്ഷെ ആ പ്രതിഷേധങ്ങളെല്ലാം കണക്കിലെടുത്താകാം ഇത്തരത്തിലൊരു സമയം തെളിവെടുപ്പിനായി ഈ അന്വേഷണ സംഘം സ്വീകരിച്ചത്. അതെ, അത് വളരെ വളരെ പ്ലാൻഡ് ആയിരുന്നു. ഇവരുടെ ഈ അന്വേഷണത്തിന്റെ രീതികളെന്ന് പറയുന്നത് ഒരു തരത്തിലും ഇത് പുറത്തതിന്റെ വിവരങ്ങൾ ചോരാതെ പരാതി കിട്ടിയ ആ നിമിഷം തന്നെ ഇതിന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക. ആ ശാസ്ത്രീയ തെളിവുകളും ഫലമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നോട്ടീസ് അയച്ചിരുന്നുവെങ്കിൽ ഇയാൾ വീണ്ടും ഒളിവിൽ പോയേനെ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചേനെ. അതോടുകൂടി കുറെ നാളത്തേക്ക് ഇയാൾ അബ്സ്കൗണ്ടിങ് ആവും. പിന്നീട് ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനും ഉള്ള ഒരു വഴി ഒരുങ്ങിയനെ. അത് ഇല്ലാതാക്കുകയായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ആദ്യത്തെ 2 കേസിൽ സംഭവിച്ചതുപോലെ ഇനി ഈ കേസിൽ സംഭവിക്കരുത് എന്ന് പറയുന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ SIT സംഘം ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി പൂട്ടാൻ പറ്റി. ഇതിലൊരു അർദ്ധരാത്രി പാലക്കാട് അയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് പോകുന്നു. ആ ലോഡ്ജിൽ നിന്ന് കഥകിൽ ലോക്ക് ചെയ്യുന്നു. പുറത്തിറങ്ങി വന്ന നിങ്ങളെ അറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് ഏത് കേസാണ് എന്നാണ് അയാളുടെ ചോദ്യം. അതൊക്കെ പറയാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ കേരള പോലീസ് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ 2-3 ദിവസമായി ജയിലിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലും കഴിയുന്നത്. ഇത് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ആദ്യ കേസിലും ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ കർണാടകയിലും മറ്റു ഒളി സങ്കേതങ്ങളിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ കർണാടക സർക്കാരിലുള്ള അധികാര കേന്ദ്രങ്ങൾ വഴി മറ്റ് ഖനി വ്യവസായികളും അതുപോലെ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെയൊക്കെ സഹായത്തോടുകൂടി ഒളിവിൽ കഴിഞ്ഞു എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിവിൽ കഴിയുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നത്. നമുക്കതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയാത്ത വിധം അത്തരം കാര്യങ്ങളിലൊന്നും നമുക്കത് ഒരു രേഖാമൂലമില്ല, അല്ലെങ്കിൽ അതിന് തെളിവുകളില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളതൊന്നും നമുക്ക് പറയാൻ കഴിയാത്തത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത് ഒരു നിർണായകമായ ദിവസം തന്നെയാണ്. അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന്, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ കേസുകളിൽ ഒരാൾ ജയിലിലാകുന്നതൊക്കെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അഭിമാനം എന്നാണ് അവർ കരുതുന്നത്. അത് അവരുടെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായി മാറും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതില് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇതിലൊരു അതിജീവിതയുടെ പരാതി, ഒരു ലൈംഗിക അപവാദ കേസാണ്. അതില് പ്രതിയായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരുന്നു. തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വരുന്നു. പോലീസ് അവിടെ നിന്ന് പോലീസിന് 7 ദിവസം ചോദിച്ചെങ്കിലും 3 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിൽ പോലീസിന് കിട്ടുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായി തെളിവെടുപ്പിന് ഇന്ന് ഈ നേരം പുലരുമ്പോൾ 5:48 ഈ തിരുവല്ലയിൽ ഈ അതിജീവിതയെ പീഡിപ്പിച്ച ആ ഒരു സ്ഥലം, ആ ഒരു ക്ലബ് 7 എന്ന് പറഞ്ഞ ഹോട്ടലിലെ ആ മുറിയിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിയുമായി പോലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകുന്നത്. ഇനി തിരുവല്ലയിലും ഏതെങ്കിലും തരത്തിൽ ഈ സമയത്ത് പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതിൽ നമുക്ക് തിട്ടമില്ല. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരിക്കുന്നത് പ്രതിഷേധങ്ങൾ തന്നെയാണ്. പുറത്തിറങ്ങിയാലും ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഇതെല്ലാം ഇത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളും ദിവസങ്ങളുമാണ്. അത്രയേറെ കടുത്ത പ്രതിഷേധം അയാൾക്ക് നേരിടേണ്ടി വന്നു. ഇന്നലെ ഈ തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തിരുവല്ല കോടതിയിൽ അവിടെ പുറത്തിറങ്ങിയ സമയത്ത് അതിരൂക്ഷമായ മുട്ടയേറ് അയാൾക്ക് നേരിടേണ്ടി വന്നു. മുട്ടയേറ്
അത് പലതും അയാളുടെ തലയിലും മുഖത്തും ഒക്കെ പതിക്കുന്നതും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തു. അവിടെ പോലീസുകാരുടെ ദേഹത്തും അത് പതിച്ചു. പക്ഷെ പോലീസുകാർക്ക് അറിയാം തങ്ങളുടെ നേരെയല്ല, അത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവരും അറിയാം. പക്ഷെ ഈ ജനങ്ങളുടെ ഒരു പ്രതിഷേധം അവിടെ ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ പ്രതിഷേധമായി വന്നെങ്കിലും നാട്ടുകാരും ഇയാളെ വ്യക്തിപരമായി അസഭ്യം പറയുന്നതും നമുക്ക് അവിടെ കേൾക്കാനിടയായി. ഇയാൾക്ക് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഒരാൾ ഇങ്ങനെ ആകരുത് എന്നുള്ളതിന് ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയൊക്കെ നടത്തുന്ന സമയത്തും ഇതേപോലുള്ള കാര്യങ്ങളിൽ ഇയാൾ വ്യാപൃതനായിരുന്നു. അന്നും പല പരാതികൾ ഉയർന്നിരുന്നു. അതെല്ലാം കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് ഇയാൾക്കൊപ്പമുള്ള ആളുകളെ ഉപയോഗിച്ച് അതൊക്കെ അടിച്ചമർത്തി, അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് ഒഴിവാക്കി. വീണ്ടും അതിന് ശേഷവും ഇയാൾ തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കണങ്കാവലുമായി ബന്ധപ്പെട്ട സീൻ ബൈ സീൻ നമുക്ക് ഇതുമായി വലിയ മാച്ചിങ് ആണ്. ഒരു സൈക്കോപാത്തിനെ പോലെ ഈ നിലയിൽ ഒരു തരം മാനസിക വൈകൃതം കൂടിയാണത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുക, അതിജീവിതയെ ഗർഭിണിയാക്കുക, പിന്നീട് ഗർഭചിത്രത്തിന് അതിന് അവരെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ഇതൊരു അതില് കണങ്കാവൽ സിനിമയിൽ ഇതിന് വിധേയമാക്കുന്ന സ്ത്രീകളെ കൊല്ലുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇതിന് വിധേയമാക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ആ ഭ്രൂണത്തെ തന്നെ നശിപ്പിക്കാനും അതിന് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം. ഇതിനോടകം പുറത്തു വന്നതും ഇനി വരാനിരിക്കുന്ന കേസുകളിലും സമാനമായ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് മൃഗീയമായി ഈ ലൈംഗിക സമയത്ത് പോലും മൃഗീയമായി പെരുമാറിയതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പെൺകുട്ടി അതിൽ പറയുന്നത്. ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ അതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് പൂർണ്ണമായ ആ വിവരങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ നമുക്ക് ഒരു നാണക്കേടിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളത് പറയാത്തത്. മാത്രമല്ല അത്രയേറെ അതിജീവിത അതിൽ ആ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ട്, മാനസികമായ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന അപമാനിതരായാലും കുഴപ്പമില്ല, തനിക്ക് നേരിട്ടത് ഇനി ഒരു പെൺകുട്ടിക്ക് സമൂഹത്തിൽ നേരിടരുത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കരുതെന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പറയുന്ന വിധം രാഹുൽ മാങ്കൂട്ടത്തെ ഇതിനെതിരെ അവർ പരാതി നൽകാൻ തയ്യാറായത്. നിലവിൽ ഈ AR ക്യാമ്പിൽ നിന്ന് തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മണിയോടെ ഈ അന്വേഷണ സംഘം രാഹുലുമായി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്? എത്ര ദൂരം ഈ ഒരു ഇടവേളയിലുണ്ട്? 30 കിലോമീറ്റർ ആണ് ഈ നിലവിൽ AR ക്യാമ്പിൽ നിന്ന് ഈ ക്ലബ് 7ലേക്കുള്ള ദൂരം ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. അതൊരു 20 മിനിറ്റ്. നിലവിലുള്ള ഈ പോലീസിന്റെ അതിവേഗതയിലുള്ള ഈ സഞ്ചാരം ഒരു 80 കിലോമീറ്റർ വേഗതയിലാണ് ഈ പോലീസിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കണക്ക് നോക്കിയാൽ ഒരു 22 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചേരും. മാത്രമല്ല ഇപ്പോൾ തിരക്ക് തീരെ റോഡിൽ ഇല്ലാത്ത സമയം, ആ റോഡ് വിജനമാണ്. അതുകൊണ്ട് ട്രാഫിക് കുറവായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വേഗതയിൽ പോകുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച് തിരികെ AR ക്യാമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ പകൽ സമയത്ത് ചെയ്യുമ്പോൾ അതിന് ഈ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് പോലീസ് നേരിടുന്നുണ്ട്. ഇയാൾക്ക് സുരക്ഷ ഒരുക്കണം. കാര്യം ഏതെങ്കിലും തരത്തില് ഈ മുട്ടയ്ക്ക് പകരം കല്ല് വല്ലതും പതിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. നാളെ അത് ഇയാൾക്ക് അനുകൂലമായി വരികയും ചെയ്യും. അല്ലെങ്കിൽ പോലീസ് സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളൊരു ആക്ഷേപം വരും. അത് ഒഴിവാക്കാനാണ് പോലീസ് ഇപ്പൊ ഈ നേരം പുലരുമ്പോൾ ഈ കൂടുതൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ അത് നേരിടാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായി ഈ സമയം തെരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. തീർച്ചയായും